അടിക്കുമ്പോൾ നമ്മളെ എയിം ചെയ്ത് പ്ലോട്ട് ചെയ്തിരിക്കുന്ന പദ്ധതികളൊക്കെ അവനിൽ നിന്ന് അതിനെ ഡിഫ്യൂസ് ചെയ്ത് കളയും, എൻ്റെ പവറിനെ ഇല്ലാതാക്കും. എന്ന് വെച്ചാൽ ഇവിടെ നിന്നല്ല, വീട്ടിലായാലും രാത്രിയിലായാലും എപ്പോഴായാലും സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും ഉചിതമാണ്, ഉപകാരപ്രദമാണ്, അനുഗ്രഹപ്രദമാണ്. ഹല്ലേലൂയ, അതറിയണം. വലിയ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുക, ദൈവത്തെ സ്തുതിക്കുക. ഇത്രയൊക്കെ മതിയെന്ന് പറയും. ഇത്രയും പ്രാർത്ഥിക്കണോ എന്ന് ചോദിക്കും ആളുകൾ. ചോദിക്കും, ഇത്രയും പ്രാർത്ഥിക്കണോ, ഇത്രയും ഉപവസിക്കണോ, ഇത്രയും അങ്ങ് പാടണോ, ഇത്രയും അങ്ങ് ബൈബിൾ വായിക്കണോ, ഇത്രയും മീറ്റിങ്ങിന് പോകണോ? ഇതൊക്കെ കോമൺ കാര്യങ്ങളാണ്. നമ്മുടെ ഇവിടുത്തെ ബാധകത്തിലല്ലായിരുന്നു അതൊന്നും തന്നെ പറയുന്നത്. എല്ലാ വചനവും കൈകാര്യം ചെയ്യുന്നത് ജനറിക്കായിട്ടാണ് ഞാൻ സംസാരിക്കാറുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. അതിനകത്ത് നമ്മളെല്ലാവരും വരും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ എത്രത്തോളം ദൈവത്തോടുള്ള എരിവ് അത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രത്തോടെ സ്തുതികളോടെ അവൻ്റെ സന്നിധിയിൽ വരണം. അടുത്തതായിട്ടുള്ളത് ത്രൂ ദ ഹോളി സ്പിരിറ്റ്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നു, ദ സ്പിരിറ്റ് ഹെൽപ്പ് us in our weakness, for we do not know how to pray as we should, but the Spirit himself intercede for us with groanings too deep for words. ആത്മാവ് തന്നെ നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ ആരാധിപ്പാനും ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്ന ഒരു അനുഭവത്തിൽ വരുമ്പോൾ നമ്മുടെ ബലഹീനതയ്ക്ക് ആര് തുണ നിൽക്കും? ആത്മാവ് തുണ നിൽക്കും. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതിന് എന്തെന്ന് നമുക്കറിയാത്തത് കൊണ്ട് അതൊരു വലിയ വിഷയമല്ലേ? പ്രാർത്ഥിക്കേണ്ട വിഷയം ആപ്റ്റായി ദൈവത്തോട് പറയുന്ന ഒരു വേയുണ്ട്. അത് നമ്മുടെ ബുദ്ധിയിലല്ല, പരിശുദ്ധാത്മാവാണ്. വേണ്ടും പോലെ പ്രാർത്ഥിക്കുക. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പക്ഷെങ്കിൽ നമ്മൾ ആത്മീയതയുടെ ഒരു പ്രത്യേക ലെവലിലേക്ക് ദൈവം നമ്മെ മാറ്റിയാൽ നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്ന പറയേണ്ട ഒരു കാര്യമേ വേണം. വലിയ ഭക്ത ശിരോമണികൾ പ്രാർത്ഥിക്കും, കർത്താവേ അതങ്ങനെ നടത്തി കൊടുത്താട്ടെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഒത്തിരി പ്രാർത്ഥിക്കുന്നത് കേട്ടില്ല. കർത്താവേ അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കത്തേ ഉള്ളൂ. അപ്പോൾ ആത്മാവിൻ്റെ ഒരു ഹയർ ലെവൽ അനോയിൻറ്റിങ്ങിൽ നിൽക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഹല്ലേലൂയ. പക്ഷേ അതിന് നമ്മെ സഹായിക്കുവാൻ ദൈവത്തിന് കഴിയും. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. The Spirit himself intercede for us with the groanings too deep. അപ്പോൾ ദൈവം നമുക്ക്, ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നമ്മളെ കൂടുതൽ എംപവറാക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, when we come to the presence of God, we must have an eager thirst to receive the empowerment of the Holy Spirit. ദൈവത്തിൻ്റെ ആ ശക്തി അത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഉണ്ട്. ആ മണ്ഡലത്തിൽ ആത്മസാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, കർത്താവിൻ്റെ നാമം മഹത്വപ്പെട്ടെ. വേഗത്തിൽ ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞ് നിർത്തുകയാണ്. When we come to the presence of God, the word of God have much importance there. അതിനെക്കുറിച്ച് ഒരു വാക്യം ഹീബ്രു 4:12 നമുക്ക് വായിക്കാം. The word of God is living and active, sharper than any two-edged sword, piercing to the division of soul and spirit, of joints and marrow, discerning the thoughts and intentions of the heart. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ റോള്, ആത്മാവിൻ്റെ റോള് കിട്ടി, സ്തുതിയുടെ റോള് കിട്ടി. നമ്മൾ പലതിങ്ങനെ ചിന്തിച്ച് വരുന്നു. റിപ്പൻറ്റൻസിൻ്റെ റോള്, അതിലൂടെ ഉണ്ടാകുന്ന റെസ്റ്റോറേഷൻ എല്ലാം നമ്മൾ കണ്ടു. സ്തുതിയിലും സ്തോത്രത്തിലും വ്യാപരിക്കുന്ന ദൈവശക്തിയും ബെനിഫിറ്റും നമ്മൾ കണ്ടു. ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ അവിടെ വ്യാപരിക്കുന്ന ദൈവശക്തിയെക്കുറിച്ച് കേട്ടു. ദൈവവചനം അത് ഭയങ്കരമായിട്ടുള്ളതാണ്. ഡിസേണിങ് ദ തോട്ട്സ് ആൻഡ് ഇൻറ്റൻഷൻസ് ഓഫ് അവർ ഹാർട്ട്. ഇന്ന് വരെ കണ്ടുപിടിക്കാത്ത ഹിപ്നോട്ടിസത്തിൻ്റെ ഒരു വിദ്യകളും ഇന്ന് വരെ മനുഷ്യൻ്റെ മനസ്സിലുള്ളതെല്ലാം ഇതുണ്ടല്ലോ, ഒരു
അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, രഹസ്യം എടുക്കുന്ന, അതിൻ്റെ പേര് ഞാൻ മറന്നു, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ എടുക്കുന്നത്. ഹിപ്നോട്ടിസം അല്ല, ഏതാ? എക്സാക്ട്ലി, നാർക്കോട്ടിക്സ് എന്നത് ആ പദം ഓർമ്മ വന്നത്, നാർക്കോ അനാലിസിസ്. അന്നേരം പലരും പറയും വേണ്ടാന്ന് പറയുന്നുണ്ട്, പക്ഷേ അതും കറക്റ്റായിട്ട് അതിന് 100% കോർട്ടിൽ ആ തെളിവ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടൊരു വിധി ജഡ്ജിക്ക് കൊടുക്കാൻ പറ്റത്തില്ല ഇന്ത്യൻ പീനൽ കോഡിൽ. കാരണം അതെന്തുകൊണ്ടാണെന്നറിയാമോ? അത് 100% വാലിഡ് അല്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിലുള്ളതിനെ ഒന്നും മനസ്സിലാക്കാൻ ലോകത്തിൽ ഇന്നുവരെയും ഒന്നുമില്ല. പക്ഷേ ഇവിടെ പറയുന്നു വേർഡ് ഓഫ് ഗോഡ് ഈസ് ലിവിങ് ആൻഡ് ആക്റ്റീവ്. അപ്പോൾ ആ രണ്ട് പദം that can discern our thoughts and intentions. മലയാളത്തിൽ എന്താ? ചിന്തകളെ, വിചാരങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നു? വിവേചിക്കാൻ കഴിവുള്ളതാണ് ദൈവവചനം. ഇവിടെ ഇംഗ്ലീഷിൽ 2 കാര്യം പറഞ്ഞു, ജീവനും ചൈതന്യവും എന്നാണ് മലയാളത്തിൽ പറഞ്ഞത്. ദൈവത്തിൻ്റെ വചനമോ ജീവനും ചൈതന്യവും. അതിൽ ജീവൻ എന്ന് പറയുന്നതിന് ഇവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ലിവിങ് എന്നാണ്, ലിവിങ്. രണ്ടാമത് ആക്റ്റീവ്, ജീവൻ ചൈതന്യം. അപ്പം ലിവിങ് ആൻഡ് ആക്റ്റീവ്. ആ ലിവിങ്ങിന് എടുത്തിരിക്കുന്ന പദം ഏതാണെന്നറിയാമോ? എബ്രായ ലേഖനകർത്താവ് ആ ഒരു ടേം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് യെശയ്യാ പ്രവചനം 55:11 ആർക്കെങ്കിലും ഒന്നെടുക്കാം. അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. പെട്ടെന്ന് ഒന്ന് വായിച്ചാട്ട്. ഓക്കെ. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും, അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യവും സാധിക്കും. അപ്പോൾ ഈ ലിവിങ് എന്നുള്ള പദം ഇവിടെ ഹീബ്രു ലേഖകൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ നിന്നാണ്. ഇറ്റ് റെഫേഴ്സ് ഇറ്റ്സ് ഡിവൈൻ ഒറിജിൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ റെലവൻസ്. അപ്പം അൺചേഞ്ചിങ്, അതിന് മാറ്റമില്ലെന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അതാണ്. പുറപ്പെട്ടതൊന്നും എന്ത് ചെയ്യുന്നില്ല, അത് നമുക്ക് അതിങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്നത് പോലെ തന്നെ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. അതിൻ്റെ ശക്തി കുറയുന്നില്ല, അതിനകത്ത് എല്ലാ എസൻസും അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ റൈറ്റ് വേയിൽ പ്രാപിക്കാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. ഇനി ആക്റ്റീവ് എന്നുള്ള പദം വന്നിരിക്കുന്നത് യെരമ്യാ പ്രവചനം 23:9 നിന്നാണ്. യെരമ്യാവ് 23:29. ഹല്ലേലൂയ. അത് പറയുന്നത് എന്താ? എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാടാ. ഇംഗ്ലീഷ് നോക്കിയേ. ഈസ് നോട്ട് മൈ വേർഡ് ലൈക്ക് ആസ് എ ഫയർ സെഡ് ദ ലോർഡ്, ലൈക്ക് എ ഹാമർ ദാറ്റ് ബ്രേക്കത്ത് ദ റോക്ക് ഇൻ പീസസ്. പാറയെ തകർക്കുന്ന ചുറ്റികയ്ക്ക് പാറയേക്കാൾ എത്രയോ, അതിനും നമുക്കതിൻ്റെ ഇതൊക്കെ എടുക്കാൻ പറ്റും. ഹാമർ ഉണ്ടാക്കുന്ന അയൺ ആ രീതിയിലാകുന്നതിൻ്റെ മെഷർമെൻ്റൊക്കെ നമുക്ക് എടുക്കാൻ അതിന് സംവിധാനങ്ങൾ സയൻറ്റിഫിക്കായിട്ടുണ്ടല്ലോ. പാറയുടെ ഉറപ്പ് എത്രമാത്രം ഉണ്ടെന്നും നമുക്കെടുക്കാൻ പറ്റും. ഹല്ലേലൂയ. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് എത്ര പവർഫുൾ ആണെന്നുള്ളതാണ്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ഈ ധ്യാനത്തിൽ നിന്ന് കിട്ടേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. ഇത് ഹൃദയത്തിലെ ചിന്തകളെ അറിയും, ഭാവങ്ങളെ അറിയും. ഭയങ്കരമായിട്ടുള്ള വചനമാണത്. അപ്പോൾ ദൈവവചനത്തിന് വലിയ സ്ഥായിയായ ഒരു റോള് ഒരു വ്യക്തിയെ പണിതെടുക്കുന്നതിൽ, ഒരു വ്യക്തിയുടെ ആധ്യാത്മിക ജീവിതം ഏറ്റവും കരുത്തുറ്റാക്കുന്നതിൽ, ഏറ്റവും പർപ്പസ്ഫുൾ ആക്കുന്നതിൽ സ്ഥാനമുണ്ട്. ഹല്ലേലൂയ. The scripture reveals God's presence, conviction, transformation. അപ്പോൾ ഓർക്കണം, ഇതെല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇതൊക്കെ ഒരു ക്ലാസ് പോലെയാണ് പോകുന്നത്. പക്ഷെങ്കിൽ ഇത് അറിഞ്ഞ് വേണം ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മുടെ ഉറപ്പിക്കാൻ. ഹല്ലേലൂയ. അടുത്തതായിട്ടുള്ളത് ത്രൂ പ്രെയർ ആൻഡ് ഫാസ്റ്റിംഗ്, നിരന്തരമായ പ്രാർത്ഥന. അതിലൊത്തിരി ഞാൻ പറയുന്നില്ല. യെരമ്യാ
29:13 പറയുന്നു, യു വിൽ സീക്ക് മീ ആൻഡ് ഫൈൻഡ് മീ വെൻ യു സെർച്ച് ഫോർ മീ വിത്ത് ഓൾ യുവർ ഹാർട്ട്. അവർ പെർസിസ്റ്റൻ്റ് പ്രയർ വിൽ ഡീപ്പൻ അവർ ഇൻറ്റിമസി വിത്ത് ഗോഡ്. തുടർമാനമായ നമ്മുടെ പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള ബന്ധത്തെ മെച്ചപ്പെടുത്തുകയും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും നമുക്ക് ഓരോരുത്തർക്കും ഇടയായിത്തീരും. ഫാസ്റ്റിംഗ് ഹെയ്റ്റൻസ് അവർ സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി. അത് നമ്മളെ കൂടുതൽ ആത്മീയമായ ഒരു സെൻസിറ്റിവിറ്റി ഉള്ളവരായി വളർത്താൻ ഇടയായിത്തീരും. ഫാസ്റ്റിങ്ങിൻ്റെ ലെവല് ഏത് രീതിയിലാണെന്നുള്ളത് ഇതുവരെയും നമ്മുടെ ചർച്ച ഒത്തിരി ടെസ്റ്റ് ഡയറക്റ്റ്ലി ചെയ്തിട്ടില്ല. നമ്മുടെ പ്രാർത്ഥനകൾ നടന്നു കഴിഞ്ഞ ഫാസ്റ്റിംഗ് പ്രെയറൊക്കെ വളരെ എഫക്റ്റീവായിരുന്നു. അതിലുള്ള പല വിടുതലുകളുണ്ട്. അതിൽ വിഷയം വെച്ച് പ്രാർത്ഥിച്ച പലരുണ്ട്. ആ വിഷയങ്ങൾക്കൊക്കെ പരിഹാരങ്ങളും ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ അത് വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ബ്ലെസ്സിങ്സും ബെനിഫിറ്റും നമുക്ക് ട്രാൻസ്ഫോർമേഷനും റിന്യൂവലും കർത്താവ് തരുന്നു. നമുക്കറിയാം ദൈവ സാന്നിധ്യം. അത് ഞാൻ പറഞ്ഞ വാക്കുകൾ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ കേട്ടതെല്ലാം ഹൃദയത്തിൽ ഇങ്ങനെ വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരനുഭവം. മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ പർവ്വതത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു സമയമുണ്ട്. എക്സോഡസ് 34 അതുണ്ട്, 29-35. ആ ദൈവ സാന്നിധ്യം അനുഭവിച്ച് വരുമ്പോൾ അവൻ്റെ ത്വക്ക് പ്രകാശിച്ചു. ഹിസ് ഫേസ് ബിക്കം മോർ റേഡിയൻറ്റ്. അവർക്ക് ആർക്കും അവനെ നോക്കാൻ കഴിയാത്ത രീതിയിലുള്ള ദൈവിക തേജസ് എന്നാൽ അവൻ മൂടപ്പെട്ടു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ അതൊരു നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു പ്രാർത്ഥനയായാലും കുടുംബമായിട്ടിരുന്നൊന്ന് ആരാധിച്ച് എഴുന്നേൽക്കുമ്പോൾ ഒരു വ്യത്യാസം നമുക്ക് ചെറുതായിട്ട് പോലും തോന്നുന്നില്ലേ? വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളെ ആകമാനമായി നമ്മുടെ ഒരു സ്പിരിച്വൽ, നമ്മുടെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഗ്രോത്താണ്. മൊത്തത്തിലുള്ള വ്യക്തി, കുടുംബം, സഭ, സമൂഹം, അതിനകത്ത് നമ്മുടെ ഔദ്യോഗിക രംഗം, നമ്മുടെ റിലേഷൻസ്, ഇതെല്ലാം ബന്ധപ്പെട്ടുള്ള ഒരു വളർച്ചയ്ക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കേവലം ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രമല്ല, ആകമാനമായൊരു വളർച്ചയ്ക്കാണ്. ഇന്ന് തളരാതെ ധൈര്യത്തോടിരിക്കൂ. ആകമാനമായ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനാണ് ഇത് കേൾപ്പിക്കുന്നത്. ധൈര്യപ്പെടുക. ഹല്ലേലൂയ. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ അവിടെ സംഭവിച്ചു. ദൈവ സാന്നിധ്യത്തിൽ ട്രാൻസ്ഫോർമേഷനും നമുക്കുണ്ടാകുന്ന പ്രമോഷൻസും, അതെല്ലാ വേയിലുള്ള പ്രമോഷൻ നിങ്ങൾ അതിനെ എടുക്കുക. ആ ദൈവ സാന്നിധ്യം വന്നപ്പോൾ പോള് ജസ്റ്റ് വേഗമായി പറഞ്ഞു പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ആക്ട് 9 ക്ലിയർ ആയിട്ടുണ്ട്. എത്രയോ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു പോൾ ശൗലായി നിൽക്കുന്ന കാലത്ത്. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു എൻകൗണ്ടർ ആ ദമാസ്കസിൻ്റെ റോഡിൽ വെച്ചുണ്ടായപ്പോൾ എത്ര വലിയ മാറ്റമാണ് ഉണ്ടായേ. ഹല്ലേലൂയ. ആ സാന്നിധ്യം, when we enter into that realm, ആ പ്രസൻസിൻ്റെ വലയത്തിലേക്ക് നാം കയറിക്കഴിഞ്ഞാൽ അവിടെ ചില കാര്യങ്ങൾ നടക്കും. ഇന്ന് പകൽക്കാലം ഈ വചനധ്യാനത്തിലൂടെ അങ്ങനെ ചിലത് ദൈവം നടത്തട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. അങ്ങനെ ചിലത് ദൈവം നടത്തിയെടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആ വലയത്തിനകത്തേക്ക്, ആ ആത്മവലയത്തിലേക്ക് ദൈവ ശബ്ദത്തിൻ്റെ മുൻപിൽ പ്രതികരിച്ച് ഏൽപ്പിക്കുന്ന ഒരനുഭവത്തിലേക്ക് സഭ മാറുമ്പോൾ ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ ചില ഇടപെടലുകൾ അവിടെ ഉണ്ടാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ആ സാന്നിധ്യത്തിലേക്ക് വരുമ്പോൾ സമാധാനം ഉണ്ടാകും. പീസ് ആൻഡ് റെസ്റ്റ്. ഫിലിപ്പിയൻസ് 4:7 പറയുന്നു, പീസ് ഓഫ് ഗോഡ് സർപാസസ് ഓൾ അണ്ടർസ്റ്റാൻഡിങ്. ഹല്ലേലൂയ. വാക്യം എടുത്തു പറയേണ്ടതാണ്. നമ്മുടെ ആങ്സൈറ്റി, നമ്മുടെ ഫിയർ, നമ്മുടെ സ്ട്രെസ്, നമ്മുടെ ടെൻഷൻ, റബൽക്കമനഹസ്യ, നമ്മുടെ ആകുല ചിന്തകളുണ്ടല്ലോ, നാളെക്കുറിച്ചുള്ള ചിന്ത, മറ്റന്നാളത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്ത, നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്ത, നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ചിന്ത. കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ചിന്ത അപ്പനമ്മമാർക്കുണ്ടാകും. കാരണം അവർ വളർന്നൊരു സ്ഥാനത്തെത്തുന്നത് വരെ അതിൻ്റെ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ടല്ലോ. ഹല്ലേലൂയ. അപ്പോൾ ആ ടെൻഷൻ ഓട്ടോമാറ്റിക്കലി അവരുടെ ഓരോ വൈകല്യങ്ങൾക്കും, ഓരോ വൈരൂപ്യം നിറഞ്ഞ പെരുമാറ്റം, പ്രവർത്തനം, പഠനം, ഏത് നിലയിലായാലും ഉണ്ടാകുന്ന അനുഭവങ്ങൾ
Oh, hallelujah. Peace of God surpasses all understanding. Glory be to God. Glory be to God. Hallelujah. Stotram. When we enter into the presence of God, we will get joy and strength. സന്തോഷവും ശക്തിയും നമുക്ക് ലഭിക്കുന്നു. Psalms chapter 16 verse 11, in your presence we have fullness of joy. നിന്റെ സന്നിധാനത്തിൽ എന്തും ആനന്ദത്തിൻ്റെ പരിപൂർണതയുണ്ട്. നമ്മൾ വളരെ നല്ല നിലയിൽ ദൈവാത്മാവ് നമ്മളെ വചനം കേൾപ്പിച്ചു കൊണ്ടുവരികയാണ്. എന്തിനാണെന്നറിയാമോ? ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ജീവിതത്തിലെ ഇതിനെ ശരിയായൊരു പാതയിൽ നമ്മെ കൊണ്ടെത്തിക്കാൻ. നമ്മുടെ ഭാവിയെ നോക്കിയിരിക്കുന്ന ആളുകളുണ്ട്, കാണത്തില്ലേ? ഓരോ വീഴ്ചയും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ആരാണ് എനിക്ക് തോന്നുന്നു ഇവിടെ ചർച്ച വൃത്തിയാക്കാൻ വന്ന സമയത്ത് സംസാരിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ വചനം അത് വല്ലാത്ത റിയലി വളരെ ഗൗരവമായിട്ടുള്ള വചനമാണ്. വചനമെല്ലാം അങ്ങനെയുള്ളതാണ്. എന്നാൽ റിയലി നമ്മുടെ ജീവിതത്തിൻ്റെ ഉന്നമനം ആഗ്രഹിക്കുന്നത് ആരാണ്? ദൈവമാണ്. അതൊന്നും കണ്ടേ. നമ്മുടെ ഏറ്റവും വലിയ വെൽവിഷറായിട്ടുള്ളത് ആരാ? ഒന്ന് പറഞ്ഞേ. അതൊന്ന് പേഴ്സണലായിട്ട് എടുത്താട്ട്. നമ്മുടെ ഏറ്റവും നല്ല ഭാവി ആഗ്രഹിക്കുന്നത് നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. ഈ നമ്മളിപ്പോൾ നിൽക്കുന്നിടത്ത് എന്തെങ്കിലും നമ്മുടെ ഏത് ചുറ്റുപാടുണ്ടെങ്കിൽ അവൻ തന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. ചേർന്നിരിക്കാം. ഇൻ ഹിസ് പ്രസൻസ് there is deliverance and healing. നാം അവൻ്റെ സന്നിധിയിലെത്തുമ്പോൾ ആ ഡെലിവറൻസും ആ ഹീലിങ്ങും ദൈവം നമുക്ക് നൽകുന്നു. രക്തസ്രാവക്കാരി സ്ത്രീ, മർക്കോസ് 5 മാർക്ക് 5:25-24 അത് കാണാം. എന്താണ് ആ രക്തസ്രാവക്കാരി സ്ത്രീ? അവർക്ക് വേറെ ഒരു ആളുകളെയും പരിചയവുമില്ല, ഒരു ബന്ധവുമില്ല. പക്ഷേ യേശുവിനെ കുറിച്ചുള്ള മാത്രം അറിവേ അവക്കുള്ളൂ. പ്രിയമുള്ളവരെ, ഒത്തിരി അറിവൊന്നും ഇല്ലെങ്കിലും, ഒത്തിരി കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീപ്പ് നോളജൊന്നും ഇല്ലെങ്കിലും, യേശുവിനെ കുറിച്ച് അറിയേണ്ടതുപോലെ അറിയാൻ കഴിഞ്ഞാൽ ജീവിതം മാറും. നമ്മുടെ തലവര മാറും. ഹല്ലേലൂയ. ഒറ്റ അറിവ്. അവൾക്ക് ഹെൽപ്പിനും ആളില്ല, അവളെ സഹായിക്കാൻ ആരുമില്ല, അവളെ ഉപദേശിക്കാൻ ആളില്ല. അവളിൽ യേശുവിനെ കുറിച്ചുള്ള അറിവ് വിശ്വാസമായി പരിണമിച്ച് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ മാത്രം തൊട്ടാലും മതി. നേരിട്ട് പറയാനൊന്നുമുള്ള അവസരം ഉണ്ടാകണമെന്നില്ല. മുഖത്തോട് മുഖം നോക്കാനോ കാണാനോ ഒന്ന് പറയാനോ പോലും അവസരമില്ല എന്ന് പറയുന്നിടത്ത് ആ വിശ്വാസത്തിൽ കർത്താവ് എത്രമാത്രം ഇറങ്ങിയാണ് അതിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടതെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടുമ്പോൾ ശക്തി പുറപ്പെടുകയാണ്. യേശു ഉടനെ പറഞ്ഞില്ലേ, എന്നെ തൊട്ടതാര്? കൂടെ നിന്നവരെല്ലാവരും അവർക്കാർക്കും മനസ്സിലായില്ല ഇതിന്ന് നടക്കും, ഇന്നിതിവിടെ നടക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് അതുപോലെ ചെയ്യാൻ കഴിയും. കൂടെ നിൽക്കുന്നവർക്കൊന്നും മനസ്സിലാവത്തില്ല. ശിഷ്യന്മാർ പൊതിഞ്ഞു നിൽക്കുക, അവനെ ആൾക്കാരെല്ലാം പൊതിഞ്ഞു നിൽക്കുകയാണ്. ഓ മനഹസ്യാന്തുരാതിയ. ഹാലലി. അവരെല്ലാം ചോദിച്ചു, കർത്താവേ നീ എന്താ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നത്? ഇത്രയും പുരുഷാരം തിക്കിത്തിരക്കി ഇങ്ങനെ ഞെങ്ങി ഞെരുങ്ങി നിൽക്കുമ്പോൾ തൊട്ടതാരെന്ന് ചോദിക്കുന്നു. എന്തൊരു ചോദ്യമാണ്. യേശു പറഞ്ഞു, നോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന തിക്കിത്തിരക്കലല്ല. ഈ എന്നെ ഒരാൾ വിശ്വാസത്തോടെ തൊട്ടിട്ടുണ്ട്. ഒരാൾ എന്നെ വിശ്വാസത്തോടെ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അപ്പോൾ ഈ കൃപയുടെ നദിയിൽ നിന്ന്
ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഒക്കെ അത് നടന്നുകൊണ്ടേ ഇരിക്കും. അത് ഓൺ മോഡിലാണ്, ആക്റ്റീവ് മോഡിലാണ്. ഹല്ലേലൂയ, അത് ആക്റ്റീവ് മോഡിലാണ്. ആ അനുഭവത്തിലേക്ക് ഒരു ഹൃദയം, ഒരു ജീവിതം സമർപ്പിച്ച് അടുത്ത് ചെല്ലുമ്പോൾ, തൊടുമ്പോൾ, അവൻ്റെ ഹൃദയവുമായി സംവദിക്കുമ്പോൾ അവിടെ അങ്ങ് നടക്കുക ചെയ്യുന്നേ. കാരണം ഇത് ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. ദൈവസ്ഥാനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഓ റബൽ ശബൽ ഹസ്യാദുരാധന ഓ റീബൽ ഘടകസ്യാന. ആ നദി ഒഴുകിക്കൊണ്ടേ ഇരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതായ ദൈവപ്രവർത്തികളുടെ ഒരു തലവും നിങ്ങൾ ദൈവത്തോട് അടുത്ത് നിന്നാൽ തടയാൻ ഒരു ശത്രുവിനും കഴിയില്ല. ഹല്ലേലൂയ. അധരം തുറന്നെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടാം. ഹല്ലേലൂയ. നിർബന്ധമായൊരു എക്സർസൈസ് അല്ല. ആവശ്യബോധമുള്ളവർ, ഇന്ന് ആവശ്യത്തോടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിടുതലിൻ്റെ ഒരു ദിവസമാക്കി കർത്താവ് വീണ്ടും പ്രദാനം ചെയ്തിരിക്കുകയാണ്. ഓ ഹല്ലേലൂയ. രക്തസ്രാവക്കാരി സ്ത്രീയുടെ വിശ്വാസത്തിങ്കൽ ഒരു ശത്രുവിനും അവളുടെ വിടുതലിനെ തടയാൻ കഴിഞ്ഞില്ല. അവളുടെ വിടുതലിനെ അവൾക്ക് ജീവനോടിരിക്കാനോ ആരോഗ്യത്തോടിരിക്കാനോ അവളുടെ ഡിഗ്നിറ്റിയിൽ ജീവിക്കാനോ അവളുടെ ധനം കൊണ്ട് കഴിഞ്ഞില്ല. ആ കാലത്തെ മെഡിക്കൽ സയൻസിന് കഴിഞ്ഞില്ല. അവിടുത്തെ ഉപദേശകന്മാർക്ക് കഴിഞ്ഞില്ല. എന്നാൽ യേശുവിന് കഴിഞ്ഞു. ഒരു ചുറ്റുപാടുകൾക്കും പരിഹരിക്കാൻ കഴിയാത്തത് അവന് പരിഹരിക്കാൻ കഴിയും. ഒരു നിയമം കൊണ്ടും നിന്നെ ഉയർത്തിയെടുക്കാൻ കഴിയാതിരിക്കുന്ന പശ്ചാത്തലമുണ്ടെങ്കിൽ ആവർത്തിച്ചാത്മാവ് പറയുന്നു, അതിനകത്തും നിനക്ക് വേണ്ടി ഒരു പാസേജ് ഒരുക്കാൻ അവന് കഴിയും. യെസ്, ആത്മാവ് പറയുന്നത് ഞാൻ വിളിച്ചു പറയുന്നു. ഓ സ്തോത്രം, 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 സ്തോത്രം. ഒരു നാച്ചുറൽ ലോയ്ക്കും കഴിയാത്ത കാര്യങ്ങൾ ഒരു ഫിനോമിനയ്ക്കും രഹസ്യാന. ഓ ഹല്ലേലൂയ. ഓ സ്തോത്രം. പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവം പ്രകൃതി നിയമങ്ങളെ മാറ്റി, ലോക നിയമങ്ങളെ മാറ്റി. ഓ സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇന്ന് പകൽക്കാലം ശാരീരിക വൈകല്യങ്ങളെ, ഷോർട്ട് കമ്മിങ്സ്, അതിനെ മാറ്റിക്കൊണ്ട് ദൈവത്തിന് ഇറങ്ങി ഇടപെടാൻ കഴിയുമെന്ന് ഓ മനാധിപൽക്കനാദര ഓ റീലഭക്ഷമനഘടക അർത്ഥരധീരഘടകസ്യ ദൈവസഭ പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ വിടുതലിനെ പ്രാപിക്കട്ടെ. ഓറബൽ അപകക്ഷസ്യാദുരാന്തര. പ്രാർത്ഥിച്ച് ദൈവിക വിടുതലിനെ പ്രാപിക്കട്ടെ. അവൻ്റെ സാന്നിധ്യം ആ നദി ഇവിടെ ഒഴുകുകയാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുക, പ്രവാഹം എൻ്റെ മേൽ വരട്ടെ. ആ പ്രവാഹം എന്നെ മൂടട്ടെ. ആ ദൈവകൃപയുടെ തലങ്ങൾ എനിക്ക് വേണ്ടി തുറന്നു വരട്ടെ. കർത്താവേ, പ്രാർത്ഥിക്കുന്ന തൻ്റെ ജനത്തിന് വിടുതൽ, അവരുടെ ഹൃദയത്തിൻ്റെ അകത്തെ തേങ്ങൽ വിശ്വാസത്തോടെ ദൈവവചനത്താൽ ഉത്തേജിക്കപ്പെട്ടവരായി പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന അത് വിടുതലായി മാറട്ടെ. ഓറബല ഘടകസ്യ. ചില വിടുതലുകൾ നടക്കട്ടെ. ചില വിടുതലുകൾ നടക്കുന്നു. പ്രകൃതി നിയമങ്ങൾ, അനാറ്റമിക്കൽ ലോസിനെ മാറ്റി യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി വിശ്വാസത്തോടെ തൊട്ടവരുടെ മേൽ വ്യാപരിച്ച ദൈവശക്തി ഇന്നിവിടെ വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ആ വിടുതലുകൾ, ചെങ്ങലകൾ പൊട്ടട്ടെ. ആ ചെങ്ങലകൾ പൊട്ടട്ടെ. തന്റെ ജനം വിടുവിക്കപ്പെടട്ടെ. ഘടക
Your name be glorified, Lord. അങ്ങയുടെ നാമം മഹിമപ്പെടട്ടെ, അങ്ങയുടെ നാമം മഹിമപ്പെടട്ടെ, അവിടുത്തെ നാമം മഹിമപ്പെടട്ടെ, അവിടുത്തെ നാമം മഹിമപ്പെടട്ടെ, അവിടുത്തെ നാമം ഉയരട്ടെ. ഉന്നത സാക്ഷ്യങ്ങൾ, ഉന്നത സാക്ഷ്യങ്ങൾ ഉയർന്നു വരട്ടെ. ഉന്നത സാക്ഷ്യങ്ങൾ ഉയർന്നു വരട്ടെ. ജുഡമന കടമന ഹത്തല ഔഡബരഗസ്യാദര ഓറിവൽ പ്രവാലഗരഗസ്യാദല. ആ സ്പിരിച്വൽ ടച്ച്, ആ പവർ കർത്താവേ, ആ പവർ നിന്റെ മക്കൾ ഫീൽ ചെയ്യട്ടെ. ജഡർക്കൽ വൈഡബ രഗദൽ ഖമന ഖമന ദിബല റിഗ രബർ ഖവല സ്യാദുര ഘടക സംബര ബൗഡബൽ ഖനാദിയ. ഹല്ലേലൂയ. ആ ദൈവശക്തി നിന്റെ മക്കൾ അനുഭവിക്കട്ടെ. ആ സ്പർശനം അനുഭവിക്കട്ടെ. ആ ദൈവികമായ ആലിംഗനം അനുഭവിക്കട്ടെ. ആ വിടുതൽ ശരീരാത്മദേഹിയില, ഔദ്യോഗിക മണ്ഡലങ്ങളില, കർത്താവേ, ജീവിത സാഹചര്യങ്ങളില വെളിപ്പെടട്ടെ. Glory be to God, glory be to God, glory be to God, glory be to God. Chudabala kubala kabala saidabala rathala vaudabala gharagassikadara gadanadarambara artharagathira livachavala vaushamdara dura chudabala kabala rababa kabala siyadara. യേശുവിന്റെ നാമത്തിൽ ശക്തിയേറിയ ദൈവപ്രവൃത്തി തലമുറകളിൽ നടക്കട്ടെ. തലമുറകളിലെ ശക്തിയേറിയ അനോയിന്റിംഗ് വെളിപ്പെടട്ടെ. ജുഡൽ കൗഡബർശസ്യ അസ്തവൈഡ ബലഗസ്യാല ഐബൽ ഖംദർ കൗഡമനഗസ്യ. ദൈവപ്രവൃത്തി. ഗ്ലോറി ബി ടു ഗോഡ്. ജുഡാബൽ കൗഡബലവക്ഷസ്യ നിരബലവക്ഷത്തേരി ഘടകസ്യാല. ഹല്ലേലൂയ. മുട്ടുള്ളവനെല്ലാം മടക്കി കൊടുക്കുന്ന ദൈവമേ, കുറവുകളുള്ളവന് കുറവുകളെ പരിഹരിക്കുന്ന ദൈവമേ, ദാഹത്തോടെ കാത്തിരിക്കുന്നവരുടെ ദാഹത്തെ തീർക്കുന്നവനെ, ഭാരങ്ങളുടെ നടുവിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവനെ, ജുഡലബ രഗദന അറവല വക്ഷതരാജന. ഗ്ലോറി. കർത്താവിന് നന്ദി. കർത്താവിന് നന്ദി. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. എല്ലാ പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. അതൽ ഖഡർ ഖസിനിയാദിനിയ. ശക്തമായ ചില വിടുതലുകൾ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. പലയിടത്തും കർത്താവ് വാദിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി ശക്തമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നതിനായി സ്തോത്രം. ചില തലങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നു. ഖമന ദിബല റീബ ഖബ രവക്ഷാര ഘടക സിദരബരബജുന മധുര ആർവല ഘടക രഗദന ഘടക റീഘര തിരതൽ ഘടക ജനക രഹസ്യാല അർത്ഥരക്കൽ വാരദേരി ഘടനദിരിയാന. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ. ജുഡാബലാര ബാദുരാര ബഖമാല ദിരാദര ഘടക ഓറിയാവൽ ഖമനഗസ്യ തുരവക്ഷമന ഘടകസ്യാല. ദൈവപ്രവർത്തികൾക്കായി, ദൈവപ്രവർത്തികൾക്കായി, ഹല്ലേലൂയ, നിന്റെ പ്രവർത്തികൾക്കായി ഞങ്ങളെ വാഴ്ത്തുന്നു, വാഴ്ത്തുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, ഞങ്ങൾക്ക് നൽകിയ ആത്മീയ അനുഭവങ്ങൾക്കായി നന്ദി. കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ശബ്ദവും വചനങ്ങൾക്കെല്ലാം നന്ദി. ഞങ്ങളെ എൻകറേജ് ചെയ്തതിനായി സ്തോത്രം. ഞങ്ങളെ ഹീൽ ചെയ്തതിനായി സ്തോത്രം. ഞങ്ങളുടെ വിഷയങ്ങളിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിച്ചതിനായി സ്തോത്രം. ഞങ്ങളെ ശക്തരാക്കി ഈ രാജ്യത്തിൻ്റെ നടുവിൽ നീ ഞങ്ങളെ ഉറപ്പിക്കും, എസ്റ്റാബ്ലിഷ് ചെയ്യും. വിശാലതകൾ നിൻ്റെ പക്കലുണ്ട്, നിൻ്റെ പക്കലെല്ലാം ഉണ്ട്. അങ്ങ് നിൻ്റെ ജനത്തെ സ്നേഹിക്കുന്നതിനായി സ്തോത്രം, സ്തോത്രം. എല്ലാ വിടുതലുകൾക്കായും സ്തോത്രം. ആഴത്തിലുള്ള ചില വിടുതലുകൾ നടക്കുന്നതിനായി സ്തോത്രം. പ്രകൃതി നിയമങ്ങളെ, നാച്ചുറൽ ലോസിനെ, ഈ രാജ്യത്തിൻ്റെ നിയമങ്ങളെ, ആത്മാവ് ഒരു ടേം തന്നിരുന്നു, അനാറ്റമിക്കൽ ലോ, ശാരീരിക അബാഖല ഖസിയാത്തേനിയാസിയ. എല്ലാ നിയമങ്ങളെയും മാറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ദൈവകൃപയുടെ ശക്തി ഇവിടെ വെളിപ്പെട്ടിരിക്കാൻ സ്തോത്രം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അത്ഭുത സാക്ഷ്യങ്ങളെ അവിടുന്ന് കേൾപ്പിക്കും. മഹത്വം
മഹത്വരമായ സാക്ഷ്യങ്ങൾ അത് കേൾപ്പിക്കും. എല്ലാ മഹത്വവും അങ്ങേക്ക്. ക്രിസ്തുവിൽ വളരുവാൻ, വർദ്ധിക്കുവാൻ ഞങ്ങളെ സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് നമ്മെ സഹായിക്കും.